ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്നാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭല്ലല്ലുള്ളിലരാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവത് സപ്താഹ പീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്നമൃതമാം സൽകീർത്തിതന്മൂർത്തിയാം മല്യൂർ ശങ്കര വിപ്രവർയ സുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത വിചാരവേദിയിലേക്ക് പ്രവേശിക്കാം. പതിവ് പോലെ ഭാഗവതത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ അതിനെ നമ്മളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിക്കണമെങ്കിൽ മനസ്സിലുള്ള പല മാലിന്യങ്ങളും മാറ്റുവാനുണ്ട്. നമ്മൾ പല തിരക്കുകൾക്കിടയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളെയും ഒന്ന് മാറ്റിവെച്ച് ഭാഗവത ലോകത്തിലേക്ക്
മനസ്സിനെ കൊണ്ടുവരിക, മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ ശുദ്ധമാക്കുക, സമാധാനപരമായിട്ട് ഭാഗവതത്തെ ശ്രവിക്കുക. ഏകാഗ്രമാക്കുവാൻ വേണ്ടി എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭാഗവതത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക. നമുക്ക് കിട്ടുന്ന ആശയങ്ങളെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ സാധിക്കണം. സത്സംഗങ്ങളുടെ ഉദ്ദേശവും ഈ സ്വഭാവ രൂപീകരണമാണ്. സദാചാരത്തെ ശിഷ്ടാചാരമാക്കി മാറ്റുക, അതാണ് സത്സംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഭാഗവതത്തിന്റെ ദിവ്യനാമം നമുക്ക് മുമ്പിൽ ജപിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ. നമ്മളിപ്പോൾ ദ്വിതീയ സ്കന്ധമാണ് അല്ലെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായം നമ്മൾ ആരംഭിച്ചു. അതിൽ ആദ്യത്തെ ശ്ലോകം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അന്ന് വ്യാഖ്യാനിച്ചത്. ആദ്യത്തേതും 2ാമത്തേതും ശ്ലോകം നമ്മൾ വ്യാഖ്യാനിച്ചു അല്ലേ. ശരിക്ക് ഇനി പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു സന്യാസി ഈ മുമുക്ഷുത്വത്തിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു പാതയാണ് സന്യാസം എന്ന് വേണേൽ പറയാം. എല്ലാ ബന്ധങ്ങളെയും ഇല്ലാണ്ടാക്കി ഏകാഗ്രമായി ഏകാന്തനായിക്കൊണ്ട് ഏകാന്ത ചിത്തതയോടുകൂടി ഭഗവാനിലേക്ക് എന്നുള്ള ലക്ഷ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സന്യാസിമാർ. ആ സന്യാസം തന്നെയാണ് നമുക്കും ഗൃഹത്തിലൂടെയും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ആ സന്യാസിക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളെയൊക്കെ ഗൃഹസ്ഥ ആശ്രമികൾക്കും കൂടി ആണ് ശ്രീ ശിവബ്രഹ്മർഷിയുടെ അനുസ്മരിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പം ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് ഈ സന്യാസികൾക്കുള്ള നിയമങ്ങളൊക്കെ പാലിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കാം. ഇങ്ങനെയല്ല, ഈ സന്യാസികൾ തന്നെയാണ് ഗൃഹസ്ഥാശ്രമികൾ, യാതൊരു വ്യത്യാസവുമില്ല. രണ്ടും രണ്ട് വഴി ആണ് എന്ന് മാത്രം. മാർഗം ഏതായാലും ലക്ഷ്യം ഒന്നായാൽ മതി. ലക്ഷ്യം ഒന്നാണ്. നമുക്ക് 3ാമത്തെ ശ്ലോകം നോക്കാം. അതഃ കവിർനാമസു യാവദർദ്ധസ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധേന്യഥാർത്ഥേ നയതേ തയത്തത്ര പരിശ്രമം തത്ര സമീക്ഷമാണ. അതഃ കവിർ നാമസു യാവദർത്ഥ. കവി എന്ന് പറഞ്ഞാൽ ആരാണ്? വിവേകമുള്ളവർ. വിവേകികള് അവിടെ അപ്രമത്ത
അപ്രമത്താർ എന്ന് പറഞ്ഞാൽ അനാസക്തിയോടുകൂടി നാമമാത്രങ്ങളെ ആയിട്ട് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം സ്വീകരിച്ചുകൊണ്ട് വ്യവസായ ബുദ്ധിയോടുകൂടി, എന്താണ് വ്യവസായ ബുദ്ധി? നിശ്ചയദാർഢ്യത്തോടുകൂടി ആ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും വസ്തുക്കളിലൊന്നും ഭ്രമിക്കാതെ തന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അർത്ഥത്തെ സമ്പാദിക്കുന്നതാണ് അവിടെ. ആ അർത്ഥത്തെ സമ്പാദിക്കുന്നതിനൊക്കെ ഒരു പരിധി വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നവരാണ് മുമുക്ഷുക്കൾ, സന്യാസിമാര് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ കവി എന്നവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബുദ്ധിയുള്ളവർ എന്നാണ് കവി എന്ന് പറഞ്ഞു, ജ്ഞാനികൾ. അപ്പം ഗൃഹസ്ഥാശ്രമികളോടും സന്യാസികളോടുമുള്ള ഒരു ഉപദേശമാണ് ശരിക്കും. ഇന്നത്തെ രീതിയിൽ ഫലം ഉദ്ദേശിച്ചുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുക, അല്ലെ? എന്ത് കർമ്മം ചെയ്യാലും അതിൽ നിന്നൊരു ഫലം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരു ധർമ്മമല്ല ഭാഗവതത്തിൻ്റെത്. ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് നേരെ അതിന് വ്യത്യസ്തമാണ് എന്ന് പറയാണ്. അതായത് ഈ ജഗത്തില് സുഖവും ദുഃഖവും അത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖങ്ങൾ ഒന്നും തന്നെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ്? മായികമായിട്ടുള്ള ഭൗതിക വസ്തുക്കളിലേക്ക് ഭ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ സുഖദുഃഖങ്ങൾ അനുഭവപ്പെടേണ്ടി വരുന്നത്. എന്നാൽ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ മായികമായിട്ടുള്ള ഭൗതിക വസ്തുക്കളിൽ ഭ്രമിക്കുക എന്നുള്ളൊരു രീതി ഉണ്ടാകുന്നില്ല. ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തി കുറഞ്ഞു വരും. അതൊക്കെ ഒരു നാമമാത്രമായിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത്. നാമമാത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തൻ്റെ ശരീരബലത്തിന് വേണ്ടിയിട്ട് മാത്രം ഭൗതികതയെ സ്വീകരിക്കുക. അപ്പൊ ഈ സുഖദുഃഖങ്ങളൊക്കെ കടലിലെ തിരമാലകളെ പോലെയാണ് ഭക്തന്മാർ കാണുന്നത്. എന്താണ്? തിരമാലകൾ വന്നു പോയി വന്ന് പോയി, അത് തന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഭക്തന്മാരുടെ ലക്ഷണം ഇവിടെ പറയുന്നത്. ഇനിയിപ്പോ ഈ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ലക്ഷ്യം ചെയ്യുന്ന ഏത് മോക്ഷുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖങ്ങളൊന്നും ബാധിക്കുന്നില്ല. ഇത് തന്നെയാണ് ഇനി ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ പറയുന്ന ഒരു വിഷയം. അത് ശാസ്ത്രീയമായിട്ട് നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നു എന്ന് പറയാം. ഈ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്ന മോക്ഷുക്കളെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖങ്ങൾ അവരെ അനുഭവപ്പെടുത്തുന്നില്ല എന്ന് പറയാം. അത് അനുഭവിക്കുന്നില്ല സുഖവും ദുഃഖവും. അപ്പൊ അവിടെ ഈ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ ഒരു ഒട്ടലില്ലാതെ എന്നാ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് താൻ. എല്ലാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും ഇതില് ബന്ധമില്ലാതെ ഒട്ടലില്ലാതെ മുമ്പോട്ട് പോവുകയാണ് ഒരു ഗൃഹസ്ഥ ആശ്രമികളുടെ ലക്ഷണം. അങ്ങനെയാണ് വേണ്ടത് എന്ന് ഈ ശ്ലോകങ്ങളിലൂടെ നമ്മളെ ധരിപ്പിക്കുന്നു എന്ന് പറയാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഭൗതികതയെ നമ്മൾ ഒരു പരിധിക്കനുസരിച്ച് നമ്മൾ അതിനെ സ്വീകരിക്കാവൂ. എങ്ങനെയാണ് വേണ്ടത് എന്ന് ഇനി ഉള്ള ശ്ലോകങ്ങളിൽ നമുക്ക് നോക്കാം. 4-ാമത്തെ ശ്ലോകം. സത്യാം ക്ഷിതോ കിം കശിപോ പ്രയാസേർബഹോ സ്വസിദ്ധേ ഹ്യുപബർഹനൈഃ കിം സത്യഞ്ജലോ കിം പുരുധാന്യപാത്ര്യാദുൽവൽക്കലാദോ സതി കിം ദുകൂലൈഃ. ഈ പ്രകൃതി തന്നെ
നമുക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്ലേ? ഈ സൃഷ്ടി തന്നെ ഭഗവാന്റെയാണ്, ഈ പ്രപഞ്ചം തന്നെ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാ വസ്തുവകകളും ഉണ്ടെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ തേടിപ്പോകേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നു, ഇപ്പൊ ഇത് ശരിക്കൊരു പറഞ്ഞു ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു സന്യാസിയുടെ ലക്ഷണമാണ്. ഇപ്പൊ സന്യാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാവ്യ കൊടുത്ത് ഭസ്മം ധരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായിട്ടുള്ള പല വസ്തുക്കളിലും തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭോഗവസ്തുക്കളിൽ നിന്നും മനസ്സിനെ ഒന്ന് മാറിയ ആളാണ്. ഒഴിവാക്കുകയല്ല, അത് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒഴിവായതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും ഒഴിവായതാണ് ഈ ഭോഗവസ്തുക്കളൊക്കെ. അപ്പൊ എന്തായി? അദ്ദേഹത്തിന്റെ സൗകര്യങ്ങള്, ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങൾ അദ്ദേഹത്തിന് അത്ര വേണ്ടി വരുന്നില്ല. അപ്പൊ പറയുകയാണ്, കാരണം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ അർത്ഥസമ്പാദനം. അതാണ് നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ അർത്ഥസമ്പാദനം ഒന്ന് ചുരുക്കണം എന്നാണ് ആദ്യത്തെ, അല്ലെ? സിദ്ധേന്യഥാർത്ഥേ നയതേ തത്ര. അർത്ഥസമ്പാദനത്തിന് ചുരുക്കണം എന്നാണ് അവിടെ പറഞ്ഞത് സജ്ജനങ്ങൾ. ഇവിടെ പറയുന്നു, സത്യം ക്ഷിതോകിം കശിപോ പ്രയാസേഹി. ഇവിടെ കശിപ്പോഹോ എന്ന് പറഞ്ഞാല് കിടക്ക. പിന്നെ ബാഹോസിദ്ധേ ഹിപബരിഹണൈക്കിം ക്ഷിതോ കിം കശിപോ പ്രയാസൈഹി. നമുക്ക് തന്നിട്ടുള്ള ഈ ഭൂമി തന്നെയുണ്ട് നമുക്ക് കിടക്കാൻ. ഇനി അതിന് പകരം ഇനി വേറൊരു കിടക്കയുടെ ആവശ്യമില്ല എന്ന് പറയുകയാണ്. ഇനി കിടക്കാൻ വേണ്ടിയിട്ടൊരു ഇടം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക സൗകര്യം ഒരുക്കേണ്ട കാര്യമില്ല. അതുതാ ഭൂമി തന്നെ നമുക്ക് ഭഗവാൻ കിടക്കുവാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നു. ഇനി ഉപപരിഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപപരിഹണം എന്ന് പറഞ്ഞാൽ തലയിണ. ഈ തലയിണയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഒരു കൈത്തണ്ട് തന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ കൈത്തണ്ട് കൊണ്ട് ഇങ്ങനെ കിടന്നാൽ മതി എന്ന് പറയാം. കൈത്തണ്ട മതി കിടക്കുവാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. പിന്നെ സത്യ അഞ്ജലോകിം പുരുത അന്നപത്രിയ. പിന്നെ കൈ കുമ്പിള് മതി പാത്രത്തിന്. അന്നപാത്രിയ, ആഹാരം കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നും അന്വേഷിക്കണ്ട. അതിനും നമുക്ക് പാത്രങ്ങളുണ്ട്. എന്താണ്? ആ രണ്ട് കൈകളും കൂടെ കൂട്ടിയൊക്കെ പിടിക്കുമ്പോൾ ഒരു പാത്രത്തിന് തുല്യമായി കൈക്കുമ്പിള്. പിന്നെയോ പുരുധ അന്നപാത്രിയ വൽവൽക്കലാദോ സതികിം ദുകൂലൈഹി. വൽക്കലം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ മാറ് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് ദിൽവൽക്കലാദോ സതികിം ദുകൂലൈഹി. ദിക്കും മരപുലിയും ഉള്ളത് കൊണ്ട് അവിടെ വിശേഷപ്പെട്ട വസ്ത്രങ്ങളെ നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നത്. അപ്പം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം കിടക്കാൻ ഭൂമിയുണ്ട്, തലവെക്കുവാൻ കൈത്തണ്ടയുണ്ട്, അല്ലേ? വസ്ത്രത്തിന് പകരം മരകൂലിയുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രം, കഴിക്കാനുള്ള പാത്രത്തിനും രണ്ട് കൈകളും കൂടെ കൂട്ടിയും പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുമ്പിൾ എന്നുള്ളൊരു പാത്രമായി. പിന്നെ എന്തിനാണ് ഇനി നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ തേടി പോകുന്നത്? അതിനു വേണ്ടിയിട്ട് അർത്ഥസമ്പാദനം. അപ്പൊ ഈ രീതിയിൽ വേണം ഒരു ഗൃഹസ്ഥാശ്രമിയും ജീവിക്കാൻ എന്ന് ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുക്കുകയാണ് പരീക്ഷത്തിന്. അപ്പം ഈ രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞാല് എന്താ പറയുക, കൈത്തണ്ട വെച്ച് കിടക്കണമെന്നും, അല്ലെ, ഭൂമിയിൽ താഴെ നിരത്തി കിടക്കണമെന്നും ഒക്കെയാണോ നമ്മൾ അർത്ഥമാക്കേണ്ടത്? അല്ല, ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് അവിടെ കാണിച്ചു തരികയാണ്. കാരണം നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള സുഖങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അർത്ഥസമ്പാദനത്തിനായിട്ട് പോകുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ വ്യതിചലിച്ചു പോകുന്നു. അല്ലെ? യഥാർത്ഥമായിട്ടുള്ള സുഖത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. എത്രയൊക്കെ നമ്മൾ ആഡംബരങ്ങളോട് കൂടിയിട്ടുള്ള സുഖങ്ങൾക്ക് പുറകെ പോയാലും അത് നമുക്ക് തിരിച്ചു തരുന്നത് എന്താണ്? ദുഃഖം മാത്രമാണ്. നമുക്ക് എത്ര ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയാലും കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം യഥാർത്ഥമായിട്ടുള്ള പരമാനന്ദത്തിന് വേണ്ടിയിട്ട്
അന്വേഷിച്ചിറങ്ങുന്നതായിട്ടുള്ള മുമുക്ഷുക്കളെ സംബന്ധിച്ചിടത്തോളം, ഗൃഹസ്ഥ ആശ്രമിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടിയൊന്നും ധാരാളം പണം ചെലവാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് എല്ലാം വരദാനമായിട്ട് തന്നിട്ടുണ്ട്. അവിടെ എന്താണ് ഈ ഇപ്പൊ മൃഗങ്ങളുടെ കാര്യം നമ്മൾ സാമാന്യ രീതിയിലൊന്നും ചിന്തിച്ചാൽ മതി അല്ലെ. അവർക്ക് വീണടം വിഷ്ണു രോഗം തന്നെയാണ്. യാതൊരുവിധ ആ ഒരു കാര്യങ്ങളിലൊന്നും അവർക്ക് പ്രത്യേകിച്ചൊരു ബാധ്യതകളില്ല. വീടുണ്ടാക്കുന്നതിന്റെ ബാധ്യതകളോ അല്ലെ ഗൃഹോപകരണങ്ങൾ മേടിക്കുന്നതിന്റെ ബാധ്യതകളോ അങ്ങനെയുള്ള ആഡംബരമായിട്ടുള്ള ഒരു വസ്തുക്കളിലെയും അവർക്ക് അതിനുവേണ്ടി മെനക്കെടുന്നില്ല അവർ. അപ്പോ അതുകൊണ്ട് കാട്ടിലെ മൃഗങ്ങൾ താമസിക്കുന്ന പോലെ നമ്മൾ ജീവിക്കണം എന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത്? അല്ല. അപ്പൊ എന്താണ് ശരിക്കും മനുഷ്യനും ഈ എന്താണ് വിവേകം എന്നുള്ള ഒരു ബുദ്ധി മൃഗങ്ങളിൽ നിന്ന് വേറിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഈ വിവേകം കൊണ്ട്, തിരിച്ചറിവുകളെ കൊണ്ട് നമ്മളുടെ ഉള്ളിൽ, ബുദ്ധിയില്, നമ്മുടെ ഉള്ളിലുള്ള കല, അതുപോലെ തന്നെ ശാസ്ത്രം, അതുപോലെ തന്നെ തത്വം, ഈ നമ്മുടെ ഉള്ളിലുള്ള കലയെയും ശാസ്ത്രത്തെയും തത്വത്തെയും മനസ്സിലാക്കിക്കൊണ്ട്, എന്താണ് നമ്മളുടെ ഉള്ളിലുള്ള കല എന്ന് പറയുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള കല എന്ന് പറഞ്ഞാൽ സച്ചിന്ത, സദ്വികാരം. ഈ കലയെയും പിന്നെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മൾ അനുഭവിച്ചിട്ടുള്ള അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങൾ, ആ അനുഭവവും പിന്നീട് തത്വം എന്ന് പറഞ്ഞാൽ ധർമാധർമ്മങ്ങൾ നമ്മുടെ വേദങ്ങളിൽ നിന്നും ഭാഗവതാദി ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള ഈ അറിവ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ മൂന്ന് കാര്യങ്ങളും, കലയും ശാസ്ത്രവും തത്വവും അടങ്ങിയിട്ടുള്ള നമ്മുടെ മനുഷ്യനിൽ നിന്ന്, മനുഷ്യന്റെ വിവേകത്തിൽ നിന്നും വേർതിരിച്ചറിഞ്ഞ് നമ്മൾ വേണ്ടത് വേണ്ട പോലെ അതിനെ സ്വീകരിച്ച് ഈ മാനവ സംസ്കാരത്തിന്റെ തന്നെ യഥാർത്ഥ ലക്ഷ്യമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് മായാരൂപങ്ങളെ പോലെയുള്ള ഭൗതിക വസ്തുക്കളിലുള്ള ആസക്തിയെ നമ്മൾ കുറച്ചു കൊണ്ടുവരണം. അതാണ് ഇതിലൂടെ ശ്രീ ശിവപ്രമേശ്വരൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ആ ഒരു ലളിത ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറാവണം. ഋഷിമാരും സന്യാസിമാരും ഒക്കെ നയിക്കുന്നതായിട്ടുള്ള ആ ലളിത ജീവിതത്തിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതാസ്വാദനത്തിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, പിന്നെയോ ആ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് ഈ ഒരിജാൻ പ്രയറിന് വേണ്ടിയിട്ടും ഈ ശരീരം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആഡംബരങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ മൂഢത്വമാണെന്ന് കാണിച്ചു തരികയാണ് ശ്രീ ശിവപ്രമേശ്വരൻ. അപ്പൊ നമ്മളുടെ ലക്ഷ്യം മറന്നു പോകുന്നു. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള സുഖമൊന്നും ഈ ആഡംബരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുമില്ല, ദുഃഖം മാത്രമാണ് ലഭിക്കുന്നത് അല്ലെ. വില കൂടിയ കാറ് മേടിക്കുക, അല്ലെങ്കിൽ നിലകള് കൂടുതലുള്ള കെട്ടിടങ്ങൾ പണിയുക, ഇതിന്റെ ഒക്കെ ശേഷം എന്താണ്? നമ്മൾ ബാങ്കിൽ അല്ലെ ഓരോ മാസവും നമ്മൾ അടയ്ക്കുവാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് അർത്ഥസമ്പാദനത്തിന് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്? ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന മോഹങ്ങൾ, ഈ മോഹങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ ദുഃഖങ്ങളും സുഖങ്ങളും ഏതൊക്കെയായാലും. സുഖത്തെക്കാൾ കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ദുഃഖമാണ് ശരിക്കും. യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഒരു വീട് പണിത് നമ്മൾ ആ കയറി താമസത്തിന്റെ അന്ന് കുറച്ചു പേര് വന്ന് നന്നായിട്ടുണ്ട് എന്ന് അവരും പറയുന്നത് കൃത്രിമമായിട്ടായിരിക്കും. ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ വീട്, അല്ലെങ്കിൽ അടുത്ത ഒരു വീട് അവിടെ പണിത് വന്നു കഴിഞ്ഞാൽ ഇത് പഴയതായി. ആ സുഖം മുഴുവൻ പോയി അവിടെ ഇല്ലേ. ദുഃഖം തീർന്നിട്ടുണ്ടോ? ഇല്ല. ദുഃഖം അവിടെ EMI തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ. അപ്പൊ ഈ തുച്ഛമായിട്ടുള്ള ഈ ദുഃഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് വെറുതെ ഭൗതിക ആസക്തി കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെ നമുക്ക് നിലനിർത്തി അതിനെ ചുരുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു ഗൃഹസ്ഥ ആശ്രമിക്കുള്ള ഉപദേശമാണ്. സന്യാസിക്കുള്ള ഉപദേശം തന്നെയാണ് ഗൃഹസ്ഥ ആശ്രമിക്കുള്ള ഉപദേശം. അപ്പൊ അതിനെ നമ്മൾ അതിന്റെ ലാഘവത്തോടു കൂടി തന്നെ എടുക്കുക. സന്യാസിക്ക് എങ്ങനെയാണോ പറഞ്ഞു കൊടുക്കുന്നത് അതേ രീതിയിൽ നമ്മളുടെ ഗൃഹസ്ഥാശ്രമത്തിൽ നമുക്ക് വേണ്ടത് മാത്രം, അത്യാവശ്യമുള്ളത് മാത്രത്തിൽ ഒതുങ്ങി നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അർത്ഥസമ്പാദനവും നമ്മൾ പറയാറുണ്ട് അല്ലേ, ആ വാമനസ്വാമിയുടെ ചരിത്രത്തില്, വാമനാവതാര കഥയില് ശുക്രാചാര്യര്
ഇന്ദ്രസേനായിട്ടുള്ള മഹാബലിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. യശസേബ്ധായ അല്ലെ കാമായ സ്വജനായ ച, അതായത് ബന്ധുജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്, തൻ്റെ യശസ്സിന് വേണ്ടിയിട്ട് കുറച്ചെടുക്കണം. ഇങ്ങനെ 5ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആസ്വദിക്കാനുള്ളൂ നമുക്കായിട്ട്, അല്ലേ? അപ്പം ഈ നമുക്കുണ്ടാകുന്ന അർത്ഥത്തിന് അവകാശികൾ വേറെയാണെന്ന് അർത്ഥം. ഓക്കെ. പിന്നീട് അപ്പം ഈ ഗൃഹസ്ഥ ആശ്രമത്തിലൂടെ തന്നെ ഭൗതികതയെ നമ്മൾ സ്വീകരിച്ചോളൂ, വിരോധമില്ല. പക്ഷെ ഭൗതികതയൊക്കെ നമ്മൾ വേണ്ടതായിട്ടും അധികമായിട്ട് തോന്നുന്നത് അതിനെ നമ്മൾ മാറ്റി നിർത്താനുള്ള ഒരു ശീലം നമ്മളുടെ ഗൃഹസ്ഥാശ്രമികളിൽ ഉണ്ടാകണം എന്ന് പറയുകയാണ്. ഇനി 5ാമത്തെ ശ്ലോകം നോക്കാം. ചീരാണിക്കും പതിന സന്ധി ദിശന്തി ഭിക്ഷാം നൈവാഘ്രിപാഃ പരഭൃതസ്സരിതോപ്യുശുഷ്യൻ രുദ്ധാഗുഹാഃ കിമജിതോ വതിനോപസന്നാൻ കസ്മാത് ഭജന്തി കവയോ ധനനുർമദാന്ധാൻ. ഇനി ഓരോ ആവശ്യങ്ങളെയൊക്കെ ചുരുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ചീരാണിക്കും പതിനസന്ധി ദിശന്തി ഭിക്ഷാം. വസ്ത്രങ്ങൾക്ക് നമ്മൾ വെറുതെ ധാരാളം പണം ചെലവാക്കുന്നുണ്ട്, അല്ലേ? ഓരോ സമയത്തും നമുക്ക് ആ വസ്ത്രങ്ങൾ എത്ര കണ്ടാലും നമുക്ക് മതിയാകുകയില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ, അല്ലേ, ആ ഷോറൂമിലേക്ക്, ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാ സാരികളും ഒരുമിച്ചെടുത്താലോ എന്നുള്ളൊരു ആലോചന അവർക്കുണ്ട്. അപ്പൊ എത്ര കണ്ടാലും നമുക്ക് മതിയാകുകയില്ല ഈ വസ്ത്രങ്ങൾ. പക്ഷേ അത് ഒന്ന് നനച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ, അല്ലേ? എന്നാൽ എത്ര രൂപ നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെലവാക്കുന്നു, ആലോചിച്ച് നോക്കൂ. ഇവിടെ പറയുകയാണ് ചീരാണിക്കും പതിനസന്ധി ദിശന്തി ഭിക്ഷാം. ധനവാന്മാര് ഉപയോഗിച്ചതായിട്ടുള്ള വസ്ത്രങ്ങള് അവിടെ ഭിക്ഷയ്ക്കായിട്ട് അവര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സന്യാസിമാര് ഈ വസ്ത്രത്തിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരം എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. ശരീരത്തെ പോഷിപ്പിക്കുക എന്നുള്ളൊരു രീതിയില്ല. മറയ്ക്കുന്ന കാര്യത്തിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതില് പ്രശ്നമില്ല. പക്ഷെ സമൂഹത്തിലാകുമ്പോൾ മറയ്ക്കണമല്ലോ എന്ന ഒരു ചിന്തയിൽ മാത്രം, അത് അവർക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിന് വേണ്ടിയിട്ട്, സമൂഹ മര്യാദ അനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം ശരീരത്തെ ഒന്ന് മറയ്ക്കാനുള്ള വസ്ത്രമല്ലാതെ അതിന്റെ പുറകെ പോകേണ്ടതില്ല എന്ന് സന്യാസിമാരോടുള്ള ഉപദേശം നമുക്കും ഈ ഗൃഹസ്ഥ ആശ്രമികളോട് പറയുകയാണ്. വസ്ത്രത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ വെറുതെ നമ്മളുടെ ഈ അർത്ഥസമ്പാദനത്തിന് ആയിട്ട് പോകരുത്. ഇതിനൊക്കെ നമ്മൾ ചുരുക്കാൻ നമുക്ക് സാധിക്കുന്നത്. അങ്ങനെ ഓരോന്നും നമുക്ക് ചുരുക്കി വന്നാൽ സുഖമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും, യാതൊരു കളവുമില്ലാതെ. ഈ പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള വരദാനങ്ങളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് ശ്രീ സുബ്രഹ്മണ്യയുടെ ലളിതമായിട്ടുള്ള ഒരു ജീവിതത്തെയാണ് കാണിച്ചു തരുന്നത് എന്ന് പറയാം. പിന്നെ ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇനി ഭക്ഷണത്തിന്റെ കാര്യം, അല്ലെ? അടുത്തത് നൈവാഘ്രിപ പരഭൃതസ്സരിതോപ്യശുഷ്യൻ. അഘ്രിപാഹ, അഘ്രിപൻ എന്ന് പറഞ്ഞാല് വൃക്ഷങ്ങൾ, അല്ലേ? വൃക്ഷങ്ങളെ എത്ര നിസ്വാർത്ഥമായിട്ടാണ് അവര് നമുക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണത്തെ തയ്യാറാക്കുന്നത്. ഈ വൃക്ഷലതാദികളിൽ ഉണ്ടാകുന്ന ഫലങ്ങള് നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ തയ്യാറാക്കുന്നതാണ്. നമ്മളുടെ തന്നെയല്ല, ജീവജാലങ്ങളുടെ എല്ലാം, അല്ലേ? പണ്ട് ഇല്ലത്ത് ധാരാളം മാമ്പഴം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോ അത്യാവശ്യമുള്ളൂ, അധികമൊന്നുമില്ല എന്തായാലും. അപ്പം അന്ന് ധാരാളം മാമ്പഴം ഉണ്ടാകുന്ന കാലം, കുട്ടിക്കാലമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ മാമ്പഴക്കാലം ആകുമ്പോഴത്തേക്കും മാവിന്റെ ചോട്ടിൽ ചെന്ന് ഇങ്ങനെ കളിക്കുകയും അവിടെ പോയി ഞങ്ങൾ കാത്തിരിക്കും. എൻ്റെ മാവിനോടൊരു പാട്ടൊക്കെ പാടും, മാവേ മാവേ ഞങ്ങൾക്ക് മാമ്പഴം തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്കാലത്തൊരു സാധാരണ രീതിയുണ്ട്. അപ്പൊ നമ്മൾ അന്നൊക്കെ വിശ്വസിച്ചിരിക്കുകയാണ്. ശരിക്കും മാവിനോട് പറയുകയാണെങ്കിൽ 2 മാമ്പഴം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 അറിയാതെ ഒരു കിളി വന്ന് കൊത്തുകയോ, അല്ലെങ്കിൽ കിളി കൊമ്പിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ ആ ഞെട്ടയിൽ നിന്ന് അറ്റങ്ങൾ വീഴും. അപ്പൊ നമ്മളുടെ ധാരണ എന്താണ് ശരിക്കും? ഞാൻ
മാവിനോട് പാട്ട് പാടിയപ്പോൾ എനിക്കിതാ ആ മാമ്പഴങ്ങൾ കിട്ടി എന്ന് നമുക്ക് തോന്നലുണ്ടാക്കി വീണ്ടും അത് നമ്മൾ വിശ്വസിക്കുകയാണ്. അതെ, പണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ളതായിരുന്നു. നമ്മളുടെ മലയാള പാഠാവലികളിലൊക്കെ ഈ പ്രകൃതിയോടുള്ള സ്നേഹം കാണിക്കുവാൻ വേണ്ടിയിട്ട് സുഗതകുമാരി തുടങ്ങിയതായിട്ടുള്ള കവയിത്രികളുടെയൊക്കെ പ്രകൃതി സ്നേഹികളുടെയൊക്കെ കവിതകൾ വരാറുണ്ടായിരുന്നു അല്ലേ. മാമ്പഴം എന്ന് പറഞ്ഞൊരു കവിതയൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. പങ്കണത്തെ മാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുക. അപ്പം അവിടെയൊക്കെ എന്താണ്, മാവിനോട് സംസാരിക്കുക. അതൊക്കെ എത്ര നല്ല ഒരു ഉപദേശങ്ങളാണ് ശരിക്കും. ആ സസ്യങ്ങളും ഭഗവാന്റെ ഒരു ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ജീവനുള്ളതുപോലെ തന്നെ ആ മാവിനും അവിടെ ജീവനുള്ളത് കാണിക്കുകയാണ്. അവിടെ എത്ര നല്ലൊരു പാഠമാണ് അതൊക്കെ. ഇന്ന് അതൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പം ആ മാവിനോടായിട്ട് സംസാരിക്കും നമ്മൾ. അന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മാവ് രണ്ട് പഴം കുത്തിയിടുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും, ആഹാ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് മാമ്പഴം കിട്ടി എന്ന് പറഞ്ഞത്. അപ്പം ഈ മാവ് മഴയാണേലും വെയിലാണേലും ഒക്കെ നനഞ്ഞൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫലങ്ങൾ നമുക്ക് തരുന്നത്. അപ്പൊ ആ വൃക്ഷങ്ങളെയൊക്കെ നമ്മൾ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഭക്ഷണത്തിന് നല്ലൊരു പോരായ്മ ഉണ്ടാവും അല്ലേ. എന്തായിരുന്നു ഈ വൃക്ഷങ്ങൾ? എന്തായിരുന്നു? ഭഗവാന്റെ രോമങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ. ശരീരത്തെ സംരക്ഷിക്കപ്പെടുന്നതാണോ നമ്മളുടെ ഈ ഭക്ഷണം? അതെ, ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭക്ഷണം അല്ലേ. ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെ തരുന്നതാണ് വൃക്ഷങ്ങൾ. അപ്പോ ആ വൃക്ഷത്തിനെ ആ രീതിയിൽ വേണം നമ്മൾ കാണുവാൻ എന്നതാണ് ശ്രീ ശുബ്രഹ്മണ്യ അതിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതും. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ വെറുതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അർത്ഥത്തെ വെറുതെ ചെലവാക്കരുത് എന്ന് പറയാം. അതിനുവേണ്ടി വെറുതെ ഈ അർത്ഥത്തെ അർത്ഥമുള്ളവർക്ക് എന്താ ചെലവാക്കിയെന്ന് ചോദിക്കാം. പക്ഷെ അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? ഈ അർത്ഥം ഒരു ഭാഗം ധർമ്മത്തിനായിട്ട് മാറ്റിവെക്കണം, സ്വജനങ്ങൾക്കായിട്ട് മാറ്റിവെക്കണം. അപ്പൊ ഈ അർത്ഥം നമുക്കുണ്ടെന്ന് പറയുന്നത് തെറ്റാണ് ശരിക്കും. നമ്മളുടെ അല്ല അർത്ഥം. നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മളുടെ എടുക്കാൻ അവകാശം ഇല്ല നമുക്ക്. അപ്പൊ അതിനെ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അത് മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നമ്മളുടെ ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇന്ന ഭാഗങ്ങളായിട്ട് 5 വീതിക്കുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് അതിൽ നിന്ന് പൈസ അനാവശ്യ ധൂർത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ധർമ്മത്തിന്റെ ആനുപാതികം കുറയും, സ്വജനങ്ങൾക്കുള്ള ആനുപാതികം കുറയും, യശസ്സിനുള്ള ആനുപാതികം കുറയും ഇല്ലേ. അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇതിനെയൊക്കെ നമ്മൾ ചുരുക്കിക്കൊണ്ട് ഗൃഹസ്ഥാശ്രമികളാകുമ്പോൾ അതിൽ നിന്നൊക്കെ അനാസക്തരായിക്കൊണ്ട് അതിനെയൊക്കെ ചുരുക്കണം എന്ന് പറയുന്നത്. അപ്പൊ വൃക്ഷമുള്ളപ്പോൾ എന്തിനു നമ്മൾ ഭക്ഷണത്തിന് പുറകെ ഓടുന്നു എന്നാണ് ചോദിക്കുന്നത്. പിന്നെയോ സത്യഞ്ജലോക്യം പുരുധാന്നപാത്ര്യാദിവൽക്കലാദോ രുദ്ധാഗുഹാകിമജിതോവതി നോപസന്നാൻകസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. പിന്നീട് ഇനി നമുക്ക് ദാഹം ഉണ്ടാകുകയാണെങ്കിൽ ഇല്ലേ, ഇനി അത് സരിതോപ്യശുഷ്യ നമുക്ക് ദാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ധാരാളം സമുദ്രമാണ് നമുക്ക് ഇവിടെ, നദികള്, സമുദ്രം ഒക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ഇഷ്ടം പോലെ നമുക്ക് കോരി കുടിക്കാൻ സാധിക്കും അല്ലേ. നല്ല നല്ല അരുവികള്, ഗംഗ പോലെയുള്ള പുണ്യതീർത്ഥങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണ്ടെന്ന് പറയാം. അതൊക്കെ പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ വേണ്ട പോലെ ശുദ്ധീകരിച്ചാൽ നമുക്കും ശുചിയായിട്ടുള്ള വെള്ളം കുടിക്കാൻ സാധിക്കും. ഇപ്പൊ ചോദിക്കും, ഗംഗയിലെ വെള്ളമൊക്കെ കുടിക്കാനുള്ള തിരുവേനി പറഞ്ഞ കഷ്ടമാണ്. ഗംഗയിലെ വെള്ളം കുടിക്കാം, പക്ഷെ ഗംഗയാക്കി നമ്മൾ പൂജിക്കണമായിരുന്നു അല്ലേ. ഗംഗയായിക്കൊണ്ട് നമ്മൾ അതിന് വേണ്ട രീതിയിൽ നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അതേപോലെയുള്ള തീർത്ഥം തന്നെ നമുക്ക് അതിന് സേവിക്കാൻ സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതും പ്രകൃതി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നു. പിന്നെ കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. ഇനി
നമുക്ക് താമസിക്കാൻ ഒരു പാർപ്പിടമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അതിനും ഇതാ ഇവിടെ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഓരോരോ മലയുടെയും ഇടയിലായിട്ടുള്ള ഗുഹകള്. എത്ര സുഖമായിട്ട് ആ ഗുഹയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വലിയ പാറ കൊണ്ട് അങ്ങ് അടച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഏത് തണുപ്പ് കാലത്ത് നമുക്ക് സുഖമായിട്ട് അവിടെ കഴിച്ചു കൂട്ടാൻ പറ്റും. തണുപ്പാണെങ്കിൽ തണുപ്പ്, ചൂടാണെങ്കിൽ ചൂട്, അല്ലേ? അപ്പോ ഈ ഗുഹകള് പാർപ്പിടങ്ങളായിട്ട് നമ്മൾ സ്വീകരിക്കണം. അതാണ് പ്രകൃതിയിൽ നിന്ന് നമുക്ക് തരുന്നതായിട്ടുള്ള ഇത്. അപ്പോ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശരിക്കും പറഞ്ഞാൽ? എന്നിട്ട് അവിടെ പറയുന്നത് എന്താ വെച്ചാൽ, കസ്മാത് ഭജന്തി കവയോ ധനദുർമദാന്ധാൻ. പിന്നെ എന്തിനാണ് ഈ ധനാഢ്യന്മാരുടെ പുറകെ നടക്കുന്നതെന്ന് പറയാം. ധനാഢ്യന്മാരെന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണമുള്ളവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ നമ്മൾ അവരുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടും. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാലോ, അല്ലേ, നമ്മള് പണത്തിന് വേണ്ടിയിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ ഉണ്ട്. ധനം കൊണ്ട് ദുർവ്യയം ചെയ്യുന്നവര് ആരാണ്? ബാങ്ക്, ബ്ലേഡ്, ഇല്ലേ, തുടങ്ങിയ ധാരാളം ആൾക്കാർ നമ്മളെ വലയിലേക്ക് കപടമായിട്ടുള്ള സ്നേഹത്തോടു കൂടി നമ്മുടെ മുമ്പിലേക്ക് വരും. നോ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു വരും, അല്ലേ? അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അവർ പറയുന്നത്. നിങ്ങൾക്ക് വേണേൽ ഇൻട്രസ്റ്റ് എടുത്തോളൂ, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അത് തിരിച്ചായിട്ട് പറയാം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ ലോൺ എടുക്കാറുണ്ട്. അങ്ങനെ എന്തിനാണ് ഈ ധനമോഹികളുടെ അടുത്ത് അല്ലെങ്കിൽ ധനാഢ്യന്മാരുടെ നമ്മുടെ അടുത്ത് കൈനീട്ടി ചെല്ലേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം അവിടുന്ന് ഒരു സന്യാസിക്ക് വേണ്ടതായിട്ടുള്ള ഗുണങ്ങളാണ് അവിടെ പറയുന്നത്. ശരിക്ക് ഒരു സന്യാസി അന്നത്തിന് വേണ്ടിയിട്ട് എവിടെയും ചെന്ന് ഭിക്ഷ യാചിക്കരുത് എന്ന് പറയും. കിട്ടിയത് സ്വീകരിക്കുക, അതാണ് ഇപ്പൊ ഇവിടെ പാത്രം എന്നുള്ള ഒരു കൈക്കൊമ്പിൾ എന്ന് പറയാൻ തന്നെ കാര്യം അതാണ്. ഒരു ദിവസം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൈക്കൊമ്പിളിൽ കിട്ടുന്ന ധാന്യം മാത്രമേ കഴിക്കാനുള്ള അവകാശമുള്ളൂ. അതേപോലെ തന്നെ ഗൃഹസ്ഥ ആശ്രമിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും അതേ ആ ഒരു ധർമ്മത്തെ നമ്മൾ സ്വീകരിക്കുക. ഒരു കൈക്കൊമ്പിൾ കഴിക്കാനുള്ള മാത്രം നമ്മൾ സമ്പാദിക്കുക. അതിനു വേണ്ടിയിട്ട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത്രയും നമ്മൾ സമ്പാദിച്ചാൽ മതി. ഒരാൾക്ക് ഒരു കൈക്കൊമ്പിളിലുള്ള ആഹാരത്തിന് വേണ്ടിയുള്ള മാത്രം സമ്പാദിച്ചാൽ മതി. അങ്ങനെ യാതൊരു ആ സമൂഹത്തിന് യാതൊരു സംഭാവനയും നൽകാതെ നമ്മൾ ആഹാരം അവരിൽ നിന്ന് പറ്റുകൊണ്ട്, സന്യാസിമാരുടെ കഥയാണ് പറയുന്നത്, ജീവിക്കുക എന്നത് നിയമമല്ല എന്ന് പറയുന്നത്. പിന്നെയോ സന്യാസിമാരുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണ്? ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് കിട്ടിയതായിട്ടുള്ള ജ്ഞാനത്തെ ഈ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം ശരിക്കും, അല്ലേ? അതിനുവേണ്ടിയിട്ടാണ് അവരുടെ ഒരു വ്രതം തന്നെയുണ്ട്, ചാതുർമാസ്യം. ഈ ചാതുർമാസ്യത്തില് 2 മാസം ശരിക്ക് ഗൃഹസ്ഥന്റെ ആശ്രമത്തിൽ പോയി താമസിക്കണം എന്നൊരു വിധിയുണ്ട് സന്യാസിമാർ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഗൃഹസ്ഥാശ്രമത്തിൽ ചെന്ന് യഥാർത്ഥമായിട്ടുള്ള വിധി നിഷേധങ്ങളെ അവരെ പറഞ്ഞു ധരിപ്പിക്കുക, ആ ധർമാധർമ്മങ്ങളെ അവരെ മനസ്സിലാക്കി കൊടുക്കുക, സദാചാരത്തെ ബോധിപ്പിക്കുക. അപ്പോ ഈ ഒരു ജ്ഞാന വിളംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജ്ഞാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സന്യാസിമാര് ചാതുർമാസ്യമായിട്ട് ഗൃഹസ്ഥനെ ആശ്രയിക്കുന്നത്. അപ്പൊ അവിടെ അവരുടെ സംഭാവനയായി അവിടെ. അങ്ങനെ ഏതൊരു ഗൃഹസ്ഥന്റെയും ധാർമ്മികമായിട്ടുള്ള ചുമതലയാണ് ഈ ധർമ്മ സമ്പാദനം. എന്നിട്ടോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അയാളുടെ ഇതാണ്. അതാണ് ഗൃഹസ്ഥ ആശ്രമം വെച്ച് നോക്കുമ്പോൾ സന്യാസിമാര് ജ്ഞാനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ ഇവരും കിട്ടിയതായിട്ടുള്ള ജ്ഞാനത്തെ ആ ഗൃഹസ്ഥാശ്രമങ്ങളിൽ എല്ലാവരിലേക്കും എത്തിക്കണം എന്ന് പറയാം. ഒരു സന്യാസിമാരെ പോലെ തന്നെ അവരുടെ ലക്ഷണം അതാണ്. പഠിക്കുക, അത് ജ്ഞാനത്തെ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക, ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലോകത്തിലേക്ക് എത്തിക്കുക. അതാണ് ഒരു സന്യാസിമാരുടെ ലക്ഷണം. ബ്രാഹ്മണന്റെയും സന്യാസിമാരുടെയും ഒക്കെ ലക്ഷണമാണ്. അതുപോലെ തന്നെ ആയിരിക്കണം ഗൃഹസ്ഥാശ്രമിയും. തന്റെ ഗൃഹത്തിലുള്ള എല്ലാവരിലേക്കും ഈ ജ്ഞാനത്തെ എത്തിച്ചു കഴിഞ്ഞാൽ താൻ എങ്ങനെയാണോ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ മറ്റുള്ളവരും ആ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് അവരും ഈ ഗൃഹസ്ഥാശ്രമിയുടെ അതേ രീതിയിലേക്ക് എത്തുകയാണ്.
അപ്പം ഈ ഒരു സന്യാസി എന്നുള്ള നിലയിൽ ഗൃഹസ്ഥാശ്രമങ്ങളിൽ ജീവിച്ചാൽ ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള വസ്തുക്കളിലുള്ള ആസക്തി കുറച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അതിൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു, ദൈവീ സമ്പദ് വിമോക്ഷായ നിബന്ധായ സുരീമത മാശുച സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ. അർജുനോട് പറയുന്നത്, അർജുന ഈ പറഞ്ഞതായിട്ടുള്ള ദൈവികമായിട്ടുള്ള സമ്പത്തിനെ വേണം അങ്ങ് സ്വീകരിക്കുവാൻ. എന്താണ് ഈ ദൈവികമായിട്ടുള്ള സമ്പത്ത് എന്ന് ഉദ്ദേശിച്ചത്? അതിന് സുതാര്യമായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള സമ്പത്ത്, അതാണ് ദൈവിക സമ്പത്ത് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. അത്യാഡംബരങ്ങളിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കാൻ നമ്മളുടെ പണം അത് ശരിക്ക് ധാർമ്മികമല്ല എന്നുള്ളതാണ്. 5 വിഭജിക്കുമ്പോൾ അത് ധാർമ്മികമല്ല എന്നുള്ള ഉറപ്പായി. കാരണം എന്തുകൊണ്ടാണ്? അവിടെ പല കാര്യങ്ങൾക്കും പലരുടെയും ആ വീതങ്ങളും കൂടെ ഇതിനകത്തേക്ക് വരികയാണ്. അതൊരു മോഷണത്തിന് തുല്യമായി ഇല്ലേ? മറ്റൊരാളുടെ ഒരു പങ്ക് നമ്മൾ സ്വീകരിക്കാതെ അവിടെ മോഷണത്തിന് തുല്യമായി അവിടെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഈ സമ്പത്ത്, ദൈവിക സമ്പത്ത് വേണം നമ്മൾ ലക്ഷ്യമാക്കിക്കൊണ്ട് വേണം നമ്മൾ ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുവാൻ. അപ്പൊ ആ ദൈവികമായിട്ടുള്ള സമ്പത്ത് മോക്ഷത്തിലേക്ക് കാരണമായിട്ട് വരുന്നു. ആസുരികമായിട്ടുള്ള സമ്പത്തോ അത് ബന്ധനത്തിന് കാരണമായിട്ട് വരുന്നു എന്ന് പറയാണ്. കാരണം അത് മോഷണത്തിൽ തുല്യമായി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ദോഷം നമുക്കത് അനുഭവിക്കും. അപ്പൊ ദൈവിക സമ്പത്ത് പരമാവധി നമ്മൾ ശുദ്ധമാക്കിക്കൊണ്ട്, സമ്പത്തിനെ അർത്ഥത്തെയും അത് ശുദ്ധമാക്കി ദൈവിക സമ്പത്താക്കിക്കൊണ്ട് നമ്മൾക്ക് ഉപകരിക്കാൻ സാധിക്കണം എന്ന് അവിടെ പറഞ്ഞു. അപ്പൊ ഗൃഹസ്ഥാശ്രമിയും ഒരു ഒട്ടലുമില്ലാതെ ഏകനായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കണം ഒരു സന്യാസിയെ പോലെ. എങ്ങനെയാണ് ഏകനായി ജീവിക്കണമെന്ന് ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകണം? അല്ലല്ല. നമ്മളുടെ ചിന്ത ഏകമായിട്ടുള്ള ഏകാഗ്രത ഉണ്ടായിരിക്കണം, ഏകമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം. ഏത് കർമ്മങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടാലും നമ്മളുടെ ഈ ലക്ഷ്യം തെറ്റരുത്. അപ്പൊ എന്തായി? അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ നമ്മളുടെ ലക്ഷ്യത്തിന് കോട്ടം വരാത്ത രീതിയിൽ ആ കർമ്മങ്ങളെ ചെയ്തു കഴിഞ്ഞാൽ ഈ കർമ്മത്തിന് ആധാരമായിട്ടുള്ള മറ്റ് നമ്മളുടെ ഗൃഹത്തിലെ കുടുംബ അംഗങ്ങളും കൂടി നമ്മളുടെ രീതിയിലേക്ക് അവർ എത്തിച്ചേരാൻ സാധിക്കും. കാരണം ഈ യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, തൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം, ഈ ജ്ഞാനം മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു വരുന്നു. അപ്പൊ അവർക്കും കൂടി ഈ ജ്ഞാനത്തെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അവരും തൻ്റെ രീതിയിലേക്ക്, ജീവിത രീതിയിലേക്ക് എത്താൻ സാധിക്കും എന്ന് അവിടെ പറയുന്നു. ഇനി 6ാമത്തെ ശ്ലോകം നോക്കാം. ഏവം സ്വചിത്തേ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ത തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ച യത്ര. ഏവം സ്വചിത്തേ സ്വത ഏവ സിദ്ധ. ഇനി പറയാണ്, അവനവന്റെ മനസ്സിൽ സ്വയമായി തന്നെ സിദ്ധിച്ച ആ ആത്മസ്വരൂപം. ഏവം സ്വചിത്തേ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാനനന്ത. അവിടെ പ്രിയനായിട്ടും അല്ലെ ആ സത്യസ്വരൂപിയും ആദ്യന്തവിഹീനമായിട്ടുള്ള ഭഗവാൻ അവിടെ എങ്ങനെ? തം നിർവൃതോ നിയതാബ്ധോ ഭജേത സംസാരഹേതു പരമശ്ച യത്ര. ഉപരമശ്ച യത്ര. അപ്പം ആ നിത്യാനന്ദത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി ആ ഭഗവാനോടുള്ള ആദരവോടുകൂടി ഭഗവാനെ ഭജിക്കൂ എന്ന് പറയാം. തൻ്റെ ഉള്ളിലുള്ള ആ ബോധസ്വരൂപനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു തോന്നലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു യന്ത്രമായി. അപ്പൊ നമ്മളെ വേണ്ട രീതിയിൽ നയിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എവിടെ പ്രാർത്ഥിച്ചാൽ മതി? ആ ബോധസ്വരൂപനിൽ അടിയുറച്ചതായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടായാൽ മതി എന്ന് പറയാം അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. സംസാരഹേതു പരമശ്ച യത്ര. അപ്പം ഈ സംസാര കാരണമായിട്ടുള്ള അജ്ഞാനത്തെയൊക്കെ നശിക്കുകയും സാധിക്കും, നശിക്കുകയും ചെയ്യുന്നതാണ്.
യാതൊരു സംസാരത്തിൻ്റെതായിട്ടുള്ള യാതൊരു ദോഷവും നമ്മളെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ ബോധസ്വരൂപനോടുള്ള ഭജനം കൊണ്ട് ആ ഭജനത്തിൽ നമുക്ക് ദാസഭാവം ഉണ്ടാകുന്നു. മറ്റു രീതിയിലുള്ള ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ മമത ബന്ധങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു. അഹന്തകളില്ലാണ്ടാകുന്നു. അതാണ് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ശരി. ഭജനം ഉണ്ടാകുന്നു. ഭഗവാനിൽ ഭജനം ഉണ്ടാകുമ്പോൾ നമുക്ക് വിനയഭാവം ഉണ്ടാകുന്നു. അപ്പം അഹന്തകൾ ഉണ്ടാകുന്നില്ല. ഈ അഹന്തകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സംസാരം നമ്മളെ ബാധിക്കുന്നില്ല. അതാണ് അവിടെ പറഞ്ഞപ്പം ഇത്രയും പ്രയാസരഹിതമായിട്ടുള്ള ഈശ്വര ഭജനത്തിന് അവസരം ലഭിച്ചിട്ടും മനുഷ്യൻ അത് ചെയ്യുന്നില്ല എങ്കിൽ കഷ്ടം തന്നെയാണെന്നാണ് സന്യാസികളുടെ ഉപദേശമാണെങ്കിൽ അവിടെ ഗൃഹസ്ഥ ആശ്രമിക്ക് ആയിട്ട് പറയണ അത് വേണ്ട രീതിയിൽ അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നില്ല എങ്കിൽ അത് വലിയൊരു ആപത്തിന് കാരണമാക്കിക്കൊണ്ടുവരും ഭൗതികതയിൽ ജീവിച്ചു കഴിഞ്ഞാൽ. ഇത്രയൊക്കെ വിവേകം നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ അതിനെ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ മനുഷ്യജന്മത്തിലേക്ക് എത്തിയോണ്ട് പ്രയോജനമില്ല. അല്ലെ? എപ്പോഴും നമ്മൾ മുകളിലോട്ട് ഉയരുകയാണ് വേണ്ടത്. ഈ മനുഷ്യജന്മം നമ്മൾ പല ജന്മങ്ങളിൽ നിന്ന് ഉയർന്ന് പാപങ്ങളെ ഇല്ലാണ്ടാക്കി കർമ്മവാസനകളെയൊക്കെ കുറച്ചാണ് മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തിയത്. അപ്പം ആ മനുഷ്യജന്മത്തിൽ എത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ആപത്തിലേക്ക് വഴിതെളിക്കും എന്നാണ് പറയുന്നത്. അത് അടുത്ത ശ്ലോകം നോക്കാം. കസ്താം ത്വനാദൃത്യ പരാനുചിന്താമൃതേ പശൂനസതീം നാമയുഞ്ജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. പിന്നെ പറയാണ്, ഇങ്ങനെ നമ്മള് വേണ്ട രീതിയിൽ അളന്ന് കുറിച്ച് നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഈ ഭൗതികതയില് ആസക്തിയില് യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യത്തെ മറന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നു സംസാരമാകുന്ന ഒരു വൈതരണിയുണ്ട്. നരകത്തിൽ യമന്റെ ലോകത്ത് ഒരു വലിയൊരു തടാകമാണ് ഈ വൈതരണി എന്ന് പറയുന്നത്. അപ്പൊ സംസാരമാകുന്ന ആ വൈതരണിയിൽ നമ്മൾ പതിച്ച് അവിടെ നമ്മളുടെ കർമ്മങ്ങൾ എന്തുകൊണ്ടാണ് ഈ വൈതരണിയിൽ നിന്ന് പതിച്ചത്? ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ അല്ലെ? അപ്പം നമ്മളുടെ ആ ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കഷ്ടപ്പാടുകളെയൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജനസമൂഹത്തെ കാണാൻ സാധിക്കും എന്ന് പറയാണ് അവിടെ. അതായത് കസ്താം ത്വനാദൃത്യ പരാനുചിന്താം വൃതേ പശൂൻ അസതീം നാമയുജ്യാത് പശ്യൻ ജനം പതിതം വൈതരണ്യാം സ്വകർമ്മജാൻ പരിതാപാൻ ജുഷാണം. വൈതരണ്യക്ക് തുല്യമായിട്ടുള്ള സംസാരത്തിൽ വന്ന് പതിച്ച് എന്നിട്ടോ സ്വകർമ്മജാൻ ഈ തന്റെ കർമ്മത്തിൽ നിന്നും, തന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഷ്കർമ്മങ്ങൾ. ഈ തന്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള പരിതാപാൻ ആ താപത്തെ അനുഭവിക്കുന്ന ജനത്തെ നമുക്ക് പശ്യൻ ജനം പതിതം വൈതരണ്യാം. ഈ വൈതരണിയിൽ വന്ന് പതിക്കുന്നതായിട്ടുള്ള ജനങ്ങളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവരില് അവിടെ പശൂൻ അസതീം നാമയുഞ്ജ്യാൽ പശൂൻ ഹൃദയ, അതായത് മൃഗങ്ങൾക്ക് തുല്യരല്ലാത്ത ആരാണ് ഈ പരമാത്മാവിനെ പറ്റിയിട്ടുള്ള ചിന്തയെ കസ്താം ത്വനാദൃത്യ പരാനുചിന്താമൃതേ പശൂൻ അസതീം വൈതരണ്യം. അപ്പൊ ഇങ്ങനെ ഈ ഭൗതിക ആസക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലമായിക്കൊണ്ട് നരകത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സംസാരമാകുന്ന ഈ വൈതരണിയിൽ വന്ന് പതിച്ച് കഷ്ടപ്പാട് അനുഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ആരാണ് പിന്നെ ഈ പരമാർത്ഥ തത്വത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ പറയുന്നത്. അല്ലെ? മൃഗപ്രായന്മാരല്ലാത്ത ആരാണ് ഈ ആത്മോപാസനയെ അനാദരിച്ച് അസത്തുക്കളിൽ നിന്നും ഈ സത്തുക്കളിലേക്ക് എത്താൻ തയ്യാറാകാത്തതാരാണെന്ന് ചോദിക്കുന്നത്.
അല്ലേ? ഇതിന്റെ ദോഷങ്ങളെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്ത് ചെയ്യും? ആ ആപത്തിൽ ചെന്ന് പെടാതിരിക്കാനുള്ള വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇനി അങ്ങനെയുള്ള വഴി അന്വേഷിക്കാത്തത് ആരാണ്? ഇതറിയാത്തവർ, അജ്ഞതയുള്ളവർ. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള ഈ വൈതരണിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ബോധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് തീർച്ചയായിട്ടും നല്ലൊരു വഴിയെ അവര് കണ്ടെത്തും എന്നവിടെ പറയുകയാണ്. അപ്പം ആരാണ് ഈ അസത്തുക്കളിൽ വന്ന് വ്യാപരിക്കുന്ന ആരാണെന്ന് ചോദിക്കുക. ഇത്രയും ദുഃഖങ്ങളും മനസ്സിലാക്കിയിട്ട് വീണ്ടും ഭൗതിക ആസക്തിയിലേക്ക് കടക്കില്ല, അല്ലേ? യഥാർത്ഥമായിട്ടുള്ള കവികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാര്, ജ്ഞാനികള്, സജ്ജനങ്ങള്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ സത്സംഗ ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുക. ഇനിയിപ്പോ ഒരു ഭഗവാന്റെ അനന്തതയെ കാണിക്കുന്ന അനന്തനായിട്ടുള്ള ഭഗവാന്റെ ധ്യാനത്തെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ശ്രീ ശിവപുരി മഹർഷി. ഉള്ളില് പത്മത്തിൽ ഭഗവാന്റെ രൂപത്തെ ഇനി വർണ്ണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. അപ്പൊ ഇന്ന് നമ്മള് 3-4 ശ്ലോകം നോക്കി. ആ ശ്ലോകത്തിൽ നിന്നൊക്കെ എന്താണ് കാണിച്ചു തന്നത് ശ്രീ ശിവപുരി മഹർഷി? ലളിതമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ മുമ്പോട്ട് പോവുക. ഇന്ന് നമ്മൾ വർത്തമാനത്തിൽ അനുഭവിക്കുന്നതായിട്ടുള്ള ആ സുഖങ്ങള് തുച്ഛമായിട്ടുള്ള സുഖങ്ങളല്ല ശാശ്വതം എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഭൗതികതയിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളൊന്നും ശാശ്വതമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായിട്ടുള്ള മനുഷ്യന്റെ ജന്മ ലക്ഷ്യം എന്താണ്, ജന്മലാഭം എന്താണ്, ആ മനുഷ്യന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ നമ്മൾക്ക് സാധിക്കണം. അതാണ് ശ്രീ ശിവപുരി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ലളിതമായിട്ടുള്ള ജീവിതത്തിലൂടെ അർത്ഥസമ്പാദനത്തിനെയൊക്കെ ചുരുക്കി ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതത്തെ കൂടുതൽ പ്രയോജനകരമാക്കണം എന്നാണ് ഗൃഹസ്ഥാശ്രമികൾക്കും അല്ലെങ്കിൽ സന്യാസിമാർക്കുമുള്ള ഉപദേശങ്ങൾ. ഇവിടെ ശരിക്കും സന്യാസിമാരുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ സന്യാസിമാരുടെ കാര്യം എന്ന് പറഞ്ഞാലും സന്യാസിമാർക്ക് തുല്യമാണ് ഗൃഹസ്ഥാശ്രമികളായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അല്ലെ? നമുക്ക് ഗൃഹമേധികളുടെയും ഗൃഹസ്ഥാശ്രമികളുടെയും ഗംഭീരമായിട്ട് നമ്മൾ നേരത്തെ അനുസ്മരിച്ചു. അപ്പൊ അതുപോലെ നോക്കുമ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ഭൂമിയുണ്ടെന്നും ഉപപരിഹരണം തലയണയ്ക്ക് വേണ്ടി കൈത്തണ്ടയുണ്ടെന്നും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രകൃതി തന്നെ നമുക്ക് ദത്തമാക്കി തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇനി അതിനപ്പുറത്തുള്ള ആഡംബരമായിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അർത്ഥസമ്പാദനത്തിനായിട്ട് പോകുന്നത്? അപ്പൊ ഇതിലൊരു സത്യം മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല. നമ്മള് അർഹിക്കപ്പെടുന്നതായിട്ടുള്ള അർത്ഥസമ്പാദനമാണോ നമ്മൾ ചെയ്തതിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മളെ എല്ലാത്തിൽ നിന്നും ദൈവികമായിട്ടുള്ള സമ്പത്തുമുണ്ട്, ആസുരികമായിട്ടുള്ള സമ്പത്തുമുണ്ട്. അപ്പൊ ഈ ദൈവികമായിട്ടുള്ള സമ്പത്ത് എന്താണെന്നും ആസുരികമായിട്ടുള്ള സമ്പത്ത് എന്താണെന്നും വേർതിരിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ജോലി എടുത്ത് കിട്ടുന്നതായിട്ടുള്ള പണം മുഴുവൻ അത് നമ്മൾക്ക് സ്വന്തം ഉപകരിക്കാനുള്ളതാണെന്നാണ് നമ്മൾ ധരിക്കേണ്ടത്. അല്ല, അതിനൊക്കെ അവകാശികളുണ്ട്. ഒന്നത്. രണ്ട്, നമ്മളുടെ കർമ്മത്തിനനുസരിച്ചുള്ള പ്രതിഫലമാണോ നമ്മൾ സ്വീകരിച്ചതെന്നും കൂടി അവിടെ നോക്കണം. അപ്പൊ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുവൻ ശുദ്ധീകരിച്ച് പോകണം. കാരണം നമ്മളുടെ ഉദ്ദേശം എന്താണ്? ശരിക്ക് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാവശുദ്ധിയാണ്, അല്ലെ? അപ്പൊ ഈ ഭാവശുദ്ധിയിലേക്ക് എത്തുമ്പോ ഇതെല്ലാം ഘടകങ്ങളാണ് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അർത്ഥത്തെ 5 വിഭജിക്കുമ്പോൾ യശസ്സിന് വേണ്ടിയിട്ടും സ്വജനങ്ങൾക്ക് കൊടുക്കാനുണ്ട്. സ്വജനങ്ങൾക്ക് കൊടുത്തില്ലെങ്കിലോ നമ്മൾ അവർക്കെല്ലാം കൊടുത്തു, എന്നാൽ ഇനി ബാക്കിയുള്ള ഞാൻ അങ്ങനെയില്ല. ഇതിനൊക്കെ ഒരു ഭാഗം, 5-ൽ 1 ഭാഗം മാത്രമേ നമ്മളുടെ ആവശ്യത്തിനായിട്ട് എടുക്കാനുള്ളൂ. അതിന് നിയമങ്ങളുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാലും നമ്മൾ ആ അർത്ഥത്തെ പരിമിതമാക്കിക്കൊണ്ട് ഒരു സന്തുഷ്ടതയോടുകൂടി നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. സ്വീകരിച്ച് ജീവിക്കാൻ, തൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കണം എന്ന് പറയും, അല്ലെ? സമ്പത്ത് കൂടുതലുള്ളവര് ധനികൻ എന്ന് പറയാറില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ദരിദ്രോ അസന്തുഷ്ട എന്ന് പറയും. എത്ര കിട്ടിയാലും
തൃപ്തിയാകില്ലാത്ത എന്നുള്ളതാണ്. അല്ല, അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പണം കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു മോഹം വരുന്നത്. തൃപ്തിയാകാത്തത് കൊണ്ടാണ്. അവരാണ് ശരിക്കും ദരിദ്രര്. തൃപ്തിയില്ലാതെ പണം കൊണ്ടുവരുന്നവരാണ് ദരിദ്രര്. എന്നാൽ കിട്ടിയത് കൊണ്ടോ എനിക്കിത് മതി, എനിക്ക് എൻ്റെ ആവശ്യത്തിനുള്ളത് ആ ജീവിതത്തിലേക്ക് ഉള്ള പരിമിതിയോടുകൂടിയുള്ള ജീവിതം, ലളിതമായിട്ടുള്ള ജീവിതത്തിനുള്ള ഇത് മതി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുക അവരാണ് ധനികരെന്നാണ് പറയുന്നത്, ഭാഗവതം പറയുന്നത്. ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിലും ഗുരുനാഥന്റെ പാദങ്ങളിലും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങളുടെ പാദങ്ങളിലും ഇന്നത്തെ ഈ സത്സംഗം അവിടെ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഒരു പ്രത്യേക അറിയിപ്പ് ഉണ്ട്. നമ്മളിനി 2 ദിവസം ഈ പൂജവയ്പ് ആയതുകൊണ്ട് ഈ പതിവ് പോലെയുള്ള 5:15 ലൈവ് 2 ദിവസത്തേക്ക് ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും 26-ാം തീയതി വിദ്യാരംഭത്തിനന്ന് പതിപോലെ നമ്മൾ ഈ ലൈവ് മുമ്പോട്ട് പോകും. കാരണം അത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളറിയില്ല. പതിവ് പോലെ ധാരാളം ആൾക്കാർ ഇപ്പോൾ ലൈവിൽ കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങി, സ്ഥിരമായിട്ട് കേൾക്കുന്നവർ വന്നു തുടങ്ങി ഇപ്പോൾ. അപ്പം അത് നേരത്തെ ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു മര്യാദ കൊണ്ട് ഒന്ന് അറിയിക്കുകയാണ്. പൂജവയ്പ്പാകുമ്പോൾ കൊണ്ട് നമുക്ക് നോക്കി പറയുക അതൊരു ശരിയല്ല. അക്ഷരങ്ങൾ നമ്മൾ ആ സമയത്ത് എന്തായാലും അത് നമ്മുടെ ആചാരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് 2 ദിവസം ഒരു അവധി എടുക്കുകയാണ്. ശേഷം വീണ്ടും നമ്മൾ പതിവ് പോലെ തന്നെ 26-ാം തീയതി ഈ ലൈവ് പതിവ് പോലെ തന്നെ 5:15 അല്ലെങ്കിൽ 5:20 എന്നുള്ളൊരു സമയത്ത് ഉണ്ടായിരിക്കും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഭാഗവതത്തിൻ്റെ ദിവ്യനാമം നമുക്ക് 3 ജപിച്ചുകൊണ്ട് ആ ഒരു ലളിതമായിട്ടുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധേ കൃഷ്ണ.